കാലം നമിക്കുന്നു കാൽപന്തിലെ ഇതിഹാസത്തെ. 2.5 പതിറ്റാണ്ടിലധികമായി ഫുട്ബോളിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന പേരാണ് അർജന്റീനക്കാരൻ ലയണൽ മെസ്സിയുടേത്. രാജ്യത്തിൻ്റെ പേരായി അർജന്റീനയും ക്ലബിൻ്റെ പേരായി ഇന്റർ മയാമിയും ഉണ്ടെങ്കിലും ഫുട്ബോൾ ലോകത്ത് മെസ്സിക്ക് ദേശാതിർത്തികളില്ല. ഭാഷ ഏതായാലും ആശയവിനിമയം നടത്താൻ കാലിൽ ഒട്ടിപ്പിടിച്ച പന്തും കൂട്ടിനുണ്ട്. മെസ്സിയുടെയും ഫുട്ബോളിൻ്റെയും അതിർത്തികളില്ലാത്ത സഞ്ചാരത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിറന്നിട്ടിരിക്കുന്നു. ലോകകപ്പ് ഫുട്ബോളിലെ ടോപ്പ് സ്കോറർ പദവി മുൻ തലമുറ കൈമാറിയതും ഭാവി തലമുറയ്ക്ക് പകരേണ്ടതുമായ ഫുട്ബോൾ സംസ്കാരത്തിൻ്റെ പതാകവാഹകന് കാലം നൽകുന്ന അംഗീകാരമാണിത്. 6 ലോകകപ്പിൽ 28 മത്സരങ്ങളിൽ നിന്നാണ് ലയണൽ മെസ്സി റെക്കോർഡിലെത്തിയത്. ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയതോടെ 18 ഗോളായി. ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസെ 4 ലോകകപ്പുകളിൽ നേടിയ 16 ഗോളിൻ്റെ റെക്കോർഡ് മാഞ്ഞുപോയി. ലോകകപ്പിൽ ഇനിയും കളികൾ ശേഷിക്കുന്നതിനാൽ ഗോൾ നേട്ടം ഇനിയും ഉയർത്താൻ കഴിയും. ടോപ്പ് സ്കോറർ പദവി മാത്രമല്ല, മറ്റു ചില റെക്കോർഡുകളും മെസ്സിക്കുണ്ട്. 6 ലോകകപ്പുകളിൽ കളിച്ചതോടെ ഏറ്റവും കൂടുതൽ ടൂർണമെൻറ്റുകളിൽ കളിച്ചതിൻ്റെ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം പങ്കുവയ്ക്കുന്നു. ലോകകപ്പിൽ കൂടുതൽ മത്സരം 28, കൂടുതൽ ജയം 18 എന്നീ റെക്കോർഡുകളും ഈ അർജന്റീനക്കാരൻ്റെ പേരിലാണ്. കഴിഞ്ഞ തവണ ഖത്തറിൽ ലോകകപ്പ് ഉയർത്തിയതോടെ കരിയറിലെ വലിയൊരു ശൂന്യത നികത്തി. 2004 പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എത്തിയതു മുതൽ ഗോളടിപ്പിച്ചും ക്ലബ്ബുകളെയും രാജ്യത്തെയും കിരീടങ്ങളിലേക്ക് നയിച്ചും മെസ്സി സജീവ സാന്നിധ്യമാണ്. സമീപകാലത്ത് ഫുട്ബോളിനെ ഇത്രയും ജനകീയമാക്കുന്നതിലും ഇതിഹാസ താരം വലിയ പങ്കുവഹിക്കുന്നു. തെക്കേ അമേരിക്കയോ യൂറോപ്പോ ഏഷ്യയോ ആഫ്രിക്കയോ എവിടെയും ഏറ്റക്കുറച്ചിലുകളില്ലാതെ കളിക്കാൻ കഴിഞ്ഞതാണ് മെസ്സിയുടെ മഹത്വം. ഹൃദയം കൊണ്ട് കളി കാണുന്ന വലിയൊരു വിഭാഗം ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ മെസ്സി മാജിക്കിന് കഴിഞ്ഞു. മെസ്സിയുടേത് റെക്കോർഡ് ബുക്കിലോ താൽക്കാലിക ആഘോഷങ്ങളിലോ ഒതുങ്ങേണ്ട നേട്ടമല്ല. വരാനിരിക്കുന്ന ഫുട്ബോൾ താരങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് അവരുടെ കായിക വിനോദത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കാനുള്ള മാതൃകയാണ്. ഫുട്ബോൾ കളിക്കാൻ പോലും കഴിയുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ബാല്യത്തിൽ നിന്ന് നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്കുള്ള മെസ്സിയുടെ യാത്ര കണ്ടുപഠിക്കേണ്ട പാഠമാണ്. ഫുട്ബോളിലെ ഇതിഹാസങ്ങളുടെ നിര നീണ്ടതാണ്. പെലെ, ഫെറങ്ക് പുഷ്കാസ്, ഡീഗോ മറഡോണ, ഫ്രാൻസിസ് ബെക്കൻബോവർ, യോഹാൻ ക്രൈഫ്, റൊണാൾഡോ, മിച്ചൽ പ്ലാറ്റീനി, യൂസേബിയോ, ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ, സിനദിൻ സിദാൻ തുടങ്ങിയവരിലൂടെ ആ പട്ടിക മെസ്സിയിലും പോർച്ചുഗലുകാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയിലും എത്തി നിൽക്കുന്നു. ഇവർക്കു ശേഷം കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ്, ലാമിൻ യമാൽ തുടങ്ങിയവരിലൂടെ കണ്ണിമുറിയാതെ പട്ടിക മുന്നോട്ടു പോകും. 16 ഗോളുമായി ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ എംബാപ്പെ തൊട്ടു പിന്നിലുണ്ടെന്നത് ആവേശം വർദ്ധിപ്പിക്കുന്നു. ലോകം യുദ്ധത്തിൻ്റെ കെടുതികളിൽപ്പെട്ട കാലത്താണ് 3 രാജ്യങ്ങളിലായി ലോകകപ്പിന് പന്തുരുളുന്നത്. ആദ്യമായി 48 രാജ്യങ്ങൾ അണിനിരന്ന കായികമേള ലോകത്തിന് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം നൽകി പുരോഗമിക്കുന്നു. വറുതിയുടെ കാലത്ത് ആഘോഷിക്കാനും ആശ്വസിക്കാനുമുള്ള അവസരം കൂടിയാണിത്. മെസ്സിയും ക്രിസ്ത്യാനോയും എംബാപ്പയും അടക്കമുള്ളവർ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നൽകുന്നത്. അങ്ങനെ നോക്കിയാൽ ലോകകപ്പ് ഫുട്ബോൾ കളി ഉത്സവം മാത്രമല്ല, വിവിധ സംസ്കാരങ്ങളുടെയും ജനതയുടെയും സംഗമവേദി കൂടിയാണ്. ഭൂഗോളം പോലെയുള്ള പന്തിലേക്ക് ഒറ്റ മനസ്സോടെ ചേർന്നിരിക്കാൻ കഴിയുമ്പോൾ മെസ്സി അടക്കമുള്ളവർ ലോകകപ്പിൽ സൃഷ്ടിക്കുന്ന റെക്കോർഡുകൾക്കും വിജയങ്ങൾക്കും മധുരം കൂടും.